الحمد لله الحمد لله الذي خلق الموت والحياة ليبلو الناس أيهم أحسن عملا. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلدكم من أعمالكم شيئا إن الله غفور رحيم. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന മുഴുവൻ വിഷയങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന്, തഖ്വ ഉള്ളവരായിരിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഒരുപോലെ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മുസ്ലിം സമൂഹത്തിൽ ജനിക്കുവാനും മുസ്ലിം സമൂഹത്തിൽ വളരുവാനും അവസരം ലഭിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ഈ വിഷയത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. സദാസമയവും നാം അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുകയും ഇസ്ലാമിൽ വളരണമെന്നാഗ്രഹിക്കുകയും ഇസ്ലാമിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കഴിയുന്നത്ര സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നാം നമ്മുടെ ഈമാനിൻ്റെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അടിക്കടി ആത്മപരിശോധന നടത്തുവാൻ ബാധ്യതപ്പെട്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമിനു, വിശ്വാസികളെ നിങ്ങൾ വിശ്വസിക്കുക.
നിങ്ങൾ വിശ്വാസികളായിരുന്നു, നിങ്ങൾ വിശ്വാസികളാണ്. എന്നാൽ നിങ്ങളുടെ വിശ്വാസത്തിന് തേയ്മാനം സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. നിങ്ങളുടെ വിശ്വാസം ദുർബലപ്പെട്ടു പോകുന്നുണ്ടാകും. നിങ്ങളുടെ വിശ്വാസത്തിൽ ചെതലരിക്കുന്നുണ്ടാകും. നിങ്ങളുടെ വിശ്വാസം തുരുമ്പ് പിടിക്കുന്നുണ്ടാകും. അടിക്കടി ആത്മപരിശോധന നടത്തിക്കൊണ്ട് ആ വിശ്വാസത്തെ സ്ഫുടം ചെയ്തെടുക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കൽപ്പനയുടെ അർത്ഥം. മഹാന്മാരായ പണ്ഡിതന്മാർ വിശ്വാസം എന്താണ് എന്ന് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നു 3 ഘടകങ്ങൾ ചേർന്നതാണ് ഈമാൻ. ഒന്നാമത്തേത് അൽ ഫഹ്മുദ് ദഖീഖ്, സൂക്ഷ്മമായ ഗ്രാഹ്യം, വിവരം. രണ്ടാമത്തേത് അൽ ഈമാനുൽ അമീഖ്, ആഴത്തിലുള്ള വിശ്വാസം. മൂന്നാമത്തേത് അൽ ഇത്തിസാലുൽ വസീഖ്, ഏകനായ അല്ലാഹുവുമായ ഗാഢമായ സുദൃഢമായ നിരന്തരമായ ബന്ധം. ഈ 3 കൂടി ചേരുമ്പോഴാണ് ഈമാൻ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. എന്താണ് അൽ ഫഹ്മുദ് ദഖീഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും അല്ലാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അല്ലാഹുവും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അല്ലാഹുവിൻ്റെ അധികാരങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വ്യക്തമായ വിവരമാണ്, വ്യക്തമായ ഗ്രാഹ്യമാണ് അൽ ഫഹ്മുദ് ദഖീഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിവരത്തിൽ പുഴുക്കുത്തുകൾ സംഭവിച്ചാൽ നമ്മുടെ ഈമാനിൽ പുഴുക്കുത്തുകൾ ഉണ്ടാകും. ഈ വിവരങ്ങൾ ഏങ്കോണിച്ചു പോയാൽ നമ്മുടെ വിശ്വാസത്തിൽ ഏങ്കോണിപ്പ് വരും. ഈ വിവരം ദുർബലപ്പെട്ടു പോയാൽ നമ്മുടെ വിശ്വാസവും ദുർബലമായി പോകും. അതുകൊണ്ട് അല്ലാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചവും അല്ലാഹുവുമായുള്ള ബന്ധത്തെക്കുറിച്ചും എപ്പോഴും നാം അറിവുകൾ ആർജിച്ചുകൊണ്ടിരിക്കണം. ഈ അറിവുകൾ എങ്ങനെയാണ് നമുക്ക് ആർജിക്കാൻ കഴിയുക? ആർജിക്കുവാനുള്ള ഒന്നാമത്തെ മാർഗം വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധമാണ്. വിശുദ്ധ ഖുർആനിലാണ് അല്ലാഹുവിനെക്കുറിച്ച് വിവരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലാണ് അല്ലാഹുവും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിവരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലാണ് മനുഷ്യനും അല്ലാഹുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലാണ് മനുഷ്യനും അവന്റെ സമസൃഷ്ടങ്ങളായ മനുഷ്യരുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അടിക്കടി പാരായണം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതും വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും തന്നെയാണ് അൽ ഫഹ്മുദ് ദഖീഖ്, സൂക്ഷ്മമായ ഗ്രാഹ്യം, വിവരം നേടിയെടുക്കുന്നതിനുള്ള ഏറ്റവും ഉദാത്തമായ മാർഗം. ഖുർആൻ പഠിക്കുന്നതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ പഠിക്കുവാൻ നാം സന്നദ്ധരാകണം. ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ആധികാരിക പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ വായിക്കാൻ നാം ശ്രദ്ധിക്കണം. വിശുദ്ധരായ സഹാബിമാരുടെയും താബീകളുടെയും നവോത്ഥാന നായകന്മാരുടെയും പരിഷ്കർത്താക്കളുടെയും മുജാഹിദുകളുടെയും വാക്കുകൾ നാം ശ്രദ്ധിക്കുകയും അവരെക്കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ നാം പഠിക്കുകയും വേണം. ഇസ്ലാമിന്റെ മൗലിക പ്രമാണങ്ങളിൽ നിന്നും നാളിതുവരെ വളർന്നു വന്നിട്ടുള്ള ഇസ്ലാമിന്റെ നാഗരികതയുടെയും
സംസ്കാരത്തിന്റെയും വളർച്ചയിൽ നിന്നുമാണ് എന്താണ് ദീനുൽ ഇസ്ലാം, എന്താണ് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അവയെല്ലാം നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള, ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള, അതിന്റെ അഖീദയെക്കുറിച്ചുള്ള അറിവ് നാം ഭദ്രമാക്കാൻ ശ്രമിക്കണം. പക്ഷേ ഈ അറിവുകൾ നിലകൊള്ളുന്നത് എവിടെയാണ്? അവിടെ അറിവുകൾ നിലകൊള്ളുന്നത് നമ്മുടെ ബുദ്ധിയിലാണ്, നമ്മുടെ മസ്തിഷ്കത്തിലാണ്. എന്നാൽ നമ്മുടെ ആ അറിവുകൾ, നമ്മുടെ അഖീദയെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ നമ്മുടെ ബുദ്ധിയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക കോണിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. ബുദ്ധിയിൽ നിന്ന്, മസ്തിഷ്കത്തിൽ നിന്ന് അത് ഹൃദയത്തിലേക്ക് ഒലിച്ചിറങ്ങേണ്ടതുണ്ട്. ബുദ്ധി ഏതൊരു യാഥാർത്ഥ്യത്തെയാണോ അംഗീകരിച്ചിട്ടുള്ളത്, ആ യാഥാർത്ഥ്യം ഒരു വിശ്വാസമായി ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടതുണ്ട്. ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് അത് പ്രവേശിക്കുകയും അവിടെയുള്ള മുഴുവൻ വികാരവിചാരങ്ങളുമായും മുഴുവൻ നാഡിഞരമ്പുകളുമായും ഇഴചേർന്നുകൊണ്ട് അതവിടെ രൂഢമൂലമായി നിലകൊള്ളുകയും വേണം. അതിനെയാണ് അൽ ഈമാനുൽ അമീഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ ആ വിശ്വാസ സംഹിതയുണ്ടല്ലോ, ആ അഖീദ ബുദ്ധിയുടെ തലത്തിൽ മാത്രം നിൽക്കാതെ ഹൃദയത്തിന്റെയും വികാരങ്ങളുടെയും തലങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അത് നമ്മുടെ വികാരങ്ങളുടെ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ, നമ്മുടെ ആഗ്രഹങ്ങളുടെ, മോഹങ്ങളുടെ, അഭിലാഷങ്ങളുടെ ഭാഗമായി തീരണം. അതാണ് ഈമാനുൽ അമീഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൃദയത്തിലെ മുഴുവൻ വികാരവിചാരങ്ങളുമായും നാഡിനിരമ്പുകളുമായും കൂടിപ്പിണഞ്ഞുകൊണ്ട് രൂഢമൂലമാകണം. ഒരു വെള്ളപ്പൊക്കത്തിനും അതിനെ പിഴുതെടുക്കാൻ കഴിയരുത്. ഒരു ഭൂമികുലുക്കത്തിനും അതിനെ മറിച്ചിടാൻ കഴിയരുത്. ഒരു കൊടുങ്കാറ്റിനും അതിനെ പറത്തിക്കളയാൻ കഴിയരുത്. ഏത് പ്രതികൂലമായ കാലാവസ്ഥ വന്നാലും ആ പ്രതികൂലമായ കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വിധം ഹൃദയത്തിനകത്ത് രൂഢമൂലമായി നിൽക്കുന്നതായിരിക്കണം നമ്മുടെ വിശ്വാസം. ഒരിക്കൽ ആ വിശ്വാസം ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങി എന്നതുകൊണ്ട് എക്കാലവും വിശ്വാസം അവിടെ തന്നെ നിൽക്കും എന്ന് നാം വിചാരിക്കേണ്ടതില്ല. ചിലപ്പോൾ ഈമാൻ, നമ്മുടെ വിശ്വാസം, അള്ളാഹുവിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. തുടക്കത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കിയ വിവരങ്ങൾ നമ്മുടെ വികാരവുമായി നാം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ ഹൃദയം അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മോഹങ്ങളും അള്ളാഹുവിന്റെ ഇച്ഛക്കനുസരിച്ച് മാത്രമായിരുന്നു. അള്ളാഹുവിന് വേണ്ടി നൽകുവാനും അള്ളാഹുവിന് വേണ്ടി തടയുവാനും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുവാനും അള്ളാഹുവിന് വേണ്ടി കോപിക്കുവാനും നമുക്ക് കഴിഞ്ഞിരുന്നു. മൻ അഹബ്ബ ലില്ലാഹി വ അബ്ഗള ലില്ലാഹി വ അഅ്താ ലില്ലാഹി വ മനഅ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അള്ളാഹുവിന് വേണ്ടി ആർ സ്നേഹിക്കുന്നുവോ, അള്ളാഹുവിന് വേണ്ടി ആർ കോപിക്കുന്നുവോ, അള്ളാഹുവിന് വേണ്ടി ആർ നൽകുന്നുവോ, അള്ളാഹുവിന് വേണ്ടി ആർ നൽകാതിരിക്കുന്നുവോ അവനാണ് ഈമാൻ പൂർത്തീകരിച്ചവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഈമാൻ നിറോടിയായ അവസ്ഥയിൽ, ഈമാൻ ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരിക്കൽ നാം എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ ഹൃദയത്തിൽ നിന്ന് ആ വിശ്വാസം പടിയിറങ്ങി പോകുവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നാം സ്വീകരിച്ചിട്ടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നമ്മൾ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം, ധാരാളമായി ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം, രാവും പകലും നമസ്കാരത്തിലും ദിക്റുകളിലും നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം.
അള്ളാഹുവിന്റെ ദീനിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. ഈ മുതഅബ്ബിദായ അവസ്ഥയിൽ, ഈ മുജാഹിദായ അവസ്ഥയിൽ തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോകുവാനുള്ള സാധ്യതയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ അൽ ഇത്തിസാലുൽ വസീഖ്, ഏതു ഘട്ടത്തിലും അല്ലാഹുവുമായുള്ള നിരന്തരമായ ബന്ധം, അല്ലാഹുവുമായിട്ടുള്ള സുദൃഢമായ ബന്ധം, അല്ലാഹുവുമായുള്ള ദാർഢ്യമുള്ള ബന്ധം കാത്തുസൂക്ഷിക്കണം എന്ന് ഈമാനിന്റെ ഭാഗമായി പണ്ഡിതന്മാർ, നമ്മുടെ മഹാരഥന്മാരായ പൂർവസൂരികളായ നേതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ നമ്മൾ നിരന്തരമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഓതിവെച്ച ആയത്ത് നിങ്ങൾ കേട്ടില്ലേ? ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മിൽ പലർക്കും അറിയാം. ഗ്രാമീണരായ അറബികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയാണ്. മക്കാ വിജയത്തിന്റെ തൊട്ടും മുമ്പും ശേഷവുമായിട്ടാണ് വരവ്. ഇസ്ലാം ജസീറത്തുൽ അറബിൽ അധികാര സ്ഥാനത്തെത്തി നിൽക്കുകയാണ്. ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഗ്രാമീണരായ അറബികൾ അധിവസിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രദേശങ്ങളിൽ നിന്നും പല ഗോത്രങ്ങളും കൂട്ടം കൂട്ടമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. സംസ്കാരം കുറഞ്ഞിട്ടുള്ള ആളുകളായിരുന്നു അവർ. അക്കാലത്തെ നാഗരികത പോലും എത്തിനോക്കാത്ത പ്രദേശങ്ങളിലുള്ളവരായിരുന്നു അവർ. അവർ വന്നുകൊണ്ട് നബിയുടെ പള്ളിക്കരികിൽ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്, മുഹമ്മദ്, നീ എവിടെയാണ്? നീ എവിടെയാണ് മുഹമ്മദ്? ആരോ പറയുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരുടെ റൂമുകളിൽ ഏതെങ്കിലും ഒന്നിലുണ്ടാകും. ഉടനെ അവർ എത്തിപ്പാളി നോക്കുകയാണ്. ഓലമെടൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെകഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് നോക്കുകയാണ്. എന്താണ് മുഹമ്മദേ, ഇങ്ങോട്ട് വരൂ, താങ്കൾക്ക് എന്താണ് അവിടെ പണി എന്നാണ് അവരുടെ ചോദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുമ്പാകെ വന്നു. അവരുടെ സംസ്കാരത്തെക്കുറിച്ച് പ്രവാചകന് ഒരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു കൊണ്ടുവന്നത്. അവർ പറഞ്ഞു, അല്ലിംനാ മിമ്മാ അല്ലമക്കല്ലാഹ്, അല്ലാഹു താങ്കൾക്ക് പഠിപ്പിച്ചു തന്നത് ഞങ്ങൾക്കും പഠിപ്പിച്ചു തരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ കാര്യങ്ങളെല്ലാം അവർ അംഗീകരിച്ചു. അംഗീകരിച്ചതിന് ശേഷം അവർ എഴുന്നേറ്റ് പോകാൻ പോവുകയാണ്. അവർ എഴുന്നേറ്റ് പോകുന്നത് എങ്ങനെയാണ്? ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റ് പോകുന്നത്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാലത്തിൽ അറാബു ആമന്ന, ഗ്രാമീണരായ അറബികൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ഖുൽ, പറയണം, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, ഞങ്ങൾ അനുസരിച്ചു എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. നമസ്കരിക്കാൻ നിങ്ങൾ സന്നദ്ധരായിട്ടുണ്ട്, ശരി. നോമ്പനുഷ്ഠിക്കാൻ നിങ്ങൾ സന്നദ്ധരായിട്ടുണ്ട്, ശരി. സക്കാത്ത് 2.5%, 5%, 10% എത്രയാണ് നിശ്ചയിക്കുന്നത് എങ്കിൽ അത് നൽകുവാൻ നിങ്ങൾ സന്നദ്ധരായിട്ടുണ്ട്, ശരി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി ഹജ്ജ് ചെയ്യുവാൻ നിങ്ങൾ സന്നദ്ധരായിട്ടുണ്ട്, ശരി. പക്ഷേ ഈ ശരികളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് അസ്ലംന, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. ആമന്ന എന്ന് പറയാൻ വരട്ടെ, അത് പറയാൻ സമയമായിട്ടില്ല എന്നവരോട് പറയും. എന്താണ് കാരണം? വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഈമാൻ കടന്നു ചെന്നിട്ടില്ല. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വിശ്വാസം അങ്ങ് കടന്നു ചെല്ലണം. അവിടെയുള്ള ചില വികാരങ്ങളും വിചാരങ്ങളുമുണ്ട്, അതിനെ ഈ ഈമാൻ സ്പർശിക്കണം.
അത് സ്പർശിക്കുന്ന സമയത്ത് അതൊരു മാധുര്യമാണ്. വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ ഒരു മാധുര്യമാണ്. ആ മാധുര്യത്തിന്റെ സ്പർശം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടില്ല. അത് ഒരു ദൗഖാണ്, ഒരു ആസ്വാദനമാണ്. ആ ആസ്വാദനത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടില്ല. ദാഖ തുഅമത്തൽ ഈമാൻ, ഈമാനിന്റെ രുചി എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ രുചി നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ രുചി ആസ്വദിക്കുമ്പോഴാണ് നിങ്ങൾ മുഅ്മിനുകളാകുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ചില സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ ആവലാദികളും വേവലാദികളും നമ്മൾ അനുഭവിക്കുമ്പോൾ, സാമ്പത്തികമായ ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുമ്പോൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ, ചില സന്ദർഭങ്ങളിൽ സുജൂദിൽ കിടന്നുകൊണ്ടും അല്ലാതെയും അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയുടെ ചില പ്രത്യേക നിമിഷങ്ങളിൽ ഈ സ്പർശം, ഈമാൻ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതിന്റെ ആനന്ദം നമ്മൾ അനുഭവിക്കാറുണ്ട്. പക്ഷേ ആ ആനന്ദം ഏതാനും നിമിഷങ്ങളിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ചിലപ്പോൾ ഒരു നിമിഷാർദ്ധത്തിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആ സ്പർശം ഉടനെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ചില റമദാനിന്റെ അന്ത്യയാമങ്ങളിൽ രാത്രി നമസ്കാരം നാം നിർവഹിക്കുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കെ ഒറ്റക്ക് എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുമ്പോൾ, സുജൂദിൽ നാം ഗദ്ഗദം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഈമാനിന്റെ സ്പർശം ചിലപ്പോൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. പക്ഷേ ഒരു നിമിഷത്തിൽ, ഒരു നിമിഷാർദ്ധത്തിൽ മാത്രം. ആ ഒരു സ്പർശത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരാളത്തെ, ഹൃദയത്തിന്റെ ഉള്ളറകളെ ഈമാൻ സ്പർശിച്ചിട്ടില്ല. നിങ്ങൾ അമലുകൾ ചെയ്യുന്നുണ്ട്, അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ട്, വിധിവിലക്കുകൾ പാലിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവും ഇത്ര ദാർഢ്യതയോടുകൂടി, ഇത്ര ശക്തിയായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തണം എന്ന് നമുക്കെല്ലാവർക്കുമുള്ള ഒരു കൽപ്പനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകിയിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ചിലപ്പോൾ ഈമാനിന്റെ അടിസ്ഥാനത്തിലുള്ള ഇബാദത്തുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രത്യക്ഷപ്പെടും. ചില ആളുകൾ അങ്ങനെയുണ്ട്, മുതഅബ്ബിദുകളായിട്ടുള്ള ആളുകൾ. സദാസമയവും ഇബാദത്തിൽ തന്നെ, ദിക്റുകൾ തന്നെ, ദുആ തന്നെ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചടഞ്ഞിരുന്നിട്ട് ദുആ ചെയ്യും, പള്ളിയിലിരുന്ന് ദുആ ചെയ്യും, പള്ളിക്ക് പുറത്തിരുന്ന് ദുആ ചെയ്യും. പക്ഷേ ചിലപ്പോൾ അല്ലാഹുവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ട് ഈ ദുആ കേവലമായ പ്രകടനാത്മകമായി മാത്രം അവശേഷിക്കും. ആ ദുആ ആളുകളെ ആകർഷിക്കുവാനുള്ള ഒരു മാർഗം മാത്രമായിരിക്കും. ആളുകളിൽ നിന്ന് സമ്പത്ത് അന്യായമായി കരസ്ഥമാക്കുവാനുള്ള ഒരു വിദ്യ മാത്രമായി അത് അവശേഷിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഹൃദയവും അല്ലാഹുവുമായുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇബാദത്തുകൾ ചെയ്യുന്നത് കൊണ്ട് അർത്ഥമില്ല, പിന്നെ പാണ്ഡിത്യം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല, പിന്നെ വയലുകളും ഉറുദികളും പറയുന്നത് കൊണ്ട് അർത്ഥമില്ല, പിന്നെ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ കഠിനമായി അധ്വാനിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. ഒരു വ്യക്തിക്ക് ഗുണം ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ഈമാൻ ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളണം എന്നുള്ള ഒരറിവാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ പ്രവാചക വചനം ഏതാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഏറ്റവും പ്രസിദ്ധമായ പ്രവാചക വചനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും ശക്തനായ സഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചിട്ടുള്ള, ധാരാളം സഹാബിമാർ ഉദ്ധരിച്ചിട്ടുള്ള, ഒരുപാട് പരമ്പരകളിലൂടെ വന്നിട്ടുള്ള ഹദീസ്. ആ ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ആദ്യത്തിലെടുത്തു ചേർത്തിട്ടുണ്ട്. എന്തിനാണ് ആദ്യമായി ആ ഹദീസ് എടുത്തു ചേർത്തത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരു വലിയ അമൽ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഈ അമലിന് എന്നെ പ്രേരിപ്പിക്കുന്നത്
ഞാൻ ഒരു പണ്ഡിതനാണ് എന്ന് ജനങ്ങളെ അറിയിക്കുക എന്ന ആഗ്രഹമല്ല. ഈ അമൽ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ജനങ്ങൾക്ക് എന്തെങ്കിലും വിവരമുണ്ടായിക്കൊള്ളട്ടെ എന്ന കേവലമായ ആഗ്രഹമല്ല. ഈ അമലിന് എന്നെ പ്രേരിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ വജ്ഹാണ്, അല്ലാഹുവിന്റെ റിളയാണ്, അല്ലാഹുവിന്റെ പ്രീതിയാണ് എന്നുള്ള ആ വിചാരം തനിക്കു തന്നെ ഒന്നാവർത്തിച്ചുറപ്പിക്കുന്നതിന് വേണ്ടി, ലോകത്തിന് മുമ്പാകെ പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ആദ്യമായി എടുത്തു ചേർത്തിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അമലുകൾ അതിന്റെ സാക്ഷാൽ പ്രചോദനമനുസരിച്ചാണ് തൂക്കിക്കണക്കാക്കപ്പെടുന്നത്. അമലുകൾ അതിന്റെ സാക്ഷാൽ പ്രചോദനം എന്താണോ, ഒരു അമല് ചെയ്യുന്നതിന്റെ സാക്ഷാൽ പ്രേരകം എന്താണോ, അതിനനുസരിച്ചാണ് അല്ലാഹുവിങ്കൽ അതിന് കൂലി ലഭിക്കുക. അല്ലാഹുവിന്റെ റിളയാണോ ഉദ്ദേശം, സ്വർഗമാണോ ഉദ്ദേശം എങ്കിൽ അയാൾക്ക് ആ അമലുകൊണ്ട് ആ പുണ്യം കിട്ടും, ആ പ്രതിഫലം കിട്ടും. അല്ല, ഈ അമലുകൊണ്ട് ദുനിയവിയായ എന്തെങ്കിലും ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ദുനിയവിയായ കാര്യം മാത്രമേ അയാൾക്ക് കിട്ടൂ, ചിലപ്പോൾ കിട്ടിയില്ലെന്നുമിരിക്കും. അതുകൊണ്ട് ഇഖ്ലാസാണ്, നിയ്യത്തിലുള്ള ഇഖ്ലാസാണ് അമലുകളെ പ്രേരിപ്പിക്കുന്നത്, അമലുകൾക്ക് ഭാരം നൽകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഏതു മനുഷ്യനും അവൻ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതാണുള്ളത്. സഹോദരന്മാരെ, നിങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ, ഈ ജീവിക്കുന്നതിന്റെ സാക്ഷാൽ പ്രേരകം എന്താണ്? നിങ്ങൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? ജീവിതം പുലർന്നു പോകണമല്ലോ എന്ന കേവല വിചാരമാണോ? നിങ്ങൾ മരിക്കുന്നതിന് വേണ്ടി മുമ്പ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാകണം എന്ന വിചാരമാണോ? എന്താണ് ഈ ലോകത്ത് ജീവിക്കുന്നതിന് നിങ്ങൾക്ക് പ്രേരണയായി വർത്തിക്കുന്നത്? ഓരോ മനുഷ്യനും അവന്റെ സാക്ഷാൽ പ്രേരകം എന്താണോ, സാക്ഷാൽ പ്രചോദനം എന്താണോ, അത് മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. എന്നിട്ട് തുടർന്ന് പറയുന്നു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാന ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫമൻ കാന ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. എന്നാൽ ഒരാൾ ഹിജ്റ ചെയ്യുന്നത് അല്ലാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ അവന്റെ ഹിജ്റ അല്ലാഹുവിലേക്ക് തന്നെയാണ്. ഒരാളുടെ ഹിജ്റ ഒരു ദുനിയവിയായ കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ, അയാളുടെ ഹിജ്റ എന്തിലേക്കാണോ അയാൾ ഹിജ്റ ചെയ്തത് അതിലേക്ക് മാത്രമായിരിക്കും. ആ ബലത്തിൽ അല്ലാഹുവിങ്കിൽ നിന്നുള്ള കൂലിയോ അല്ലാഹുവിന്റെ റിളയോ അല്ലാഹുവിന്റെ സ്വർഗമോ അയാൾക്ക് അർഹമാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തു പറഞ്ഞതാണ് ഈ ലോകത്ത് ഇന്നോളം ഏറ്റവും പ്രസിദ്ധമായ ഹദീസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാനും നിങ്ങളും സൂക്ഷിച്ചുകൊള്ളുക, ഭയപ്പെട്ടുകൊള്ളുക. നമ്മുടെ നിയ്യത്ത് എപ്പോഴും ക്ലിയർ ആയിരിക്കണം, പൂർണ്ണമായിരിക്കണം, വ്യക്തമായിരിക്കണം. അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഇസ്ലാമിക മാർഗത്തിൽ മുന്നണിയിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിലേക്ക് പോകുന്ന ഒരാളെ നോക്കൂ, അതാ ആ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നരകത്തിലേക്ക് പോകുന്നത്. സഹാബികൾ അത്ഭുതപ്പെട്ടു. യുദ്ധത്തിന്റെ മുഖത്ത് വെച്ചാണ്, ജിഹാദിൽ പങ്കാളിയായിട്ടുള്ള ഒരാളെ കുറിച്ചാണ് പറയുന്നത്, ഇയാൾ നരകത്തിലേക്കാണ് പോകുന്നത്. ഒരു സഹാബി ഇയാളെ തന്നെ വീക്ഷിച്ചുകൊണ്ട് നടന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ പൊരുൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ. ഇയാൾ ശത്രുക്കളെ വെട്ടി നിരത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കാണാം ഒരു എതിരാളി ഇയാളുടെ
കൈക്ക് വളരെ ആഞ്ഞ് ശക്തിയായ ഒരു വെട്ടുകൊടുത്തു. അദ്ദേഹത്തിൻ്റെ കൈ അറ്റുതൂങ്ങിയതിൻ്റെ വേദന അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ തൻ്റെ വലതു കൈയിലുണ്ടായിരുന്ന വാള് അദ്ദേഹം ഭൂമിയിൽ കുത്തനെ വെച്ചുകൊണ്ട് ആ വാളിൽ കമിഴ്ന്ന് കിടന്ന് അങ്ങ് മരിച്ചു കളഞ്ഞു, ആത്മഹത്യ ചെയ്തു കളഞ്ഞു. ആ സ്വഭാവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ആ ശരീരം കൊണ്ടുവരപ്പെട്ടു. സഹാബികൾ പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ നരകാവകാശിയാണ് എന്ന് പറഞ്ഞ ആ യോദ്ധാവിൻ്റെ ശരീരമാണിത്. അദ്ദേഹം ഒരു വേദന സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തു കളഞ്ഞു എന്ന് പറഞ്ഞു. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. വരൂ ബിലാൽ, എന്നിട്ട് ജനങ്ങളോട് വിളിച്ചു പറയണം, ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീൻ ബിർറജുലിൽ ഫാജിർ. തമ്മാടിയായ, ധിക്കാരിയായ, അധർമ്മിയായ ഒരു മനുഷ്യനെ കൊണ്ട് അള്ളാഹു ഈ ദീനിനെ ശക്തിപ്പെടുത്തി എന്ന് വന്നേക്കാം. ഈ ദീനിന് അയാളെ കൊണ്ട് ഗുണമുണ്ടാകും, പക്ഷേ അയാൾ അധർമ്മിയായിരിക്കും, നരകത്തിലേക്ക് പോവുകയും ചെയ്യും എന്ന് നീ വിളിച്ചു പറയണം. ഈ ജിഹാദിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ യോദ്ധാവും മനസ്സിലാക്കണം, അലാ ലാ തദ്ഖുലുൽ ജന്ന ഇല്ലാ നഫ്സുൻ മുസ്ലിമ. ആത്മാവ് ആരുടേതാണോ വിശ്വാസിയായിട്ടുള്ളത് അവർ മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കണം. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ യുദ്ധമുഖത്ത് വെച്ച് വിളിച്ചു പറയുകയാണ്, അലാ ലാ തദ്ഖുലുൽ ജന്ന ഇല്ലാ നഫ്സുൻ മുസ്ലിമ. മുസ്ലിമായിക്കൊണ്ടുള്ള ഒരാത്മാവ് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീൻ ബിർറജുൽ ഫാജിർ. ഫാജിറായ ഒരു മനുഷ്യനെ കൊണ്ട് അള്ളാഹു ഈ ദീനിനെ ശക്തിപ്പെടുത്തി എന്ന് വന്നേക്കാം എന്ന് വിളിച്ചു പറയുവാൻ വേണ്ടി കൽപ്പിക്കുന്നു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഇബാദത്തിൽ മുഴുകിയിരിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്ന അമലുകൾ ഒന്നൊഴിയാതെ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയവും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിരന്തരമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, നാം ബാധ്യസ്ഥരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിരന്തരമായി ഈമാൻ നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ, ഈമാൻ ഹൃദയത്തിൽ നിന്ന് പടിയിറങ്ങി പോകാത്തവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.